ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം കേട്ടോ. ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആദ്യം ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ആ ക്യാൻവാസിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ അളവുകൾ മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത്. നോർമലി ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്ന സമയത്ത് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി എടുക്കുക. ക്ലോത്തിലാണെങ്കിൽ 2.5 ഇഞ്ച്, അങ്ങനെ 2.25 ഇഞ്ച് അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യുമ്പോൾ 3 ഇഞ്ചാണ് എടുക്കുക. എന്നാൽ ഈ ഒരു നെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എക്സ്ട്രാ കൂട്ടണം. ഞാനിപ്പോൾ ഇവിടെ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 4 ഇഞ്ച് എടുക്കാം. നിങ്ങൾക്ക് 1.5 ഇഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. നോർമലി ഞാൻ 6 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. ഈ നെക്കിനും 6 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു റൗണ്ട് വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് കയറി നിൽക്കും. എന്നിരുന്നാലും അതിൻ്റെ ഫിനിഷിങ് വരുമ്പോൾ നമുക്ക് ആ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കതിനെ ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നെക്ക് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒത്തിരി ഡീപ്പായിട്ട് അങ്ങ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കയറ്റി തന്നെ ഒരു റൗണ്ട് നെക്കിന് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഒന്ന് വരണമെന്നേ ഉള്ളൂ കേട്ടോ. നമുക്കവിടെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, കേവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ വളയോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന എന്തെങ്കിലും ഒന്നെടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗമില്ലേ, നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്ത ആ മടക്ക് വരുന്ന ഭാഗത്ത് ഹാഫ് സർക്കിൾ മാർക്ക് ചെയ്യേണ്ട. സർക്കിളിൻ്റെ പകുതി, അതായത് ഹാഫ് സർക്കിളിൻ്റെ പകുതി മാത്രം മാർക്ക് ചെയ്താൽ മതി. മറ്റേ സൈഡും കൂടി ആകുമ്പോൾ അത് കറക്റ്റായിട്ട് ഹാഫ് സർക്കിൾ വരും കേട്ടോ. ഇനി മാർക്ക് ചെയ്യുന്നത് മുഴുവനും ഹാഫ് സർക്കിൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഏതളവിലുള്ള റൗണ്ടാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള സർക്കിളാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ആ വളയുടെ പകുതി ഭാഗം നമ്മൾ ഫസ്റ്റ് വരച്ച ആ ഒരു സർക്കിളില്ലേ, അതിൻ്റെ ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേ അളവിൽ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഷേപ്പും ഈക്വൽ അളവിലായിരിക്കണം ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് കുറച്ച് മുകളിലേക്കാണ് കേട്ടോ വരുന്നത്. മറ്റുള്ള ആ ഒരു ഷേപ്പിനേക്കാളും കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഈ തേർഡ് സർക്കിൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കറക്റ്റ് അളവ് നോക്കിയിട്ട് അതേ അളവിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. ഈക്വൽ അളവിൽ വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന ആ ഒരു കേവും കറക്റ്റായിരിക്കണം. അതിൻ്റെ അളവും നീളവും ഒക്കെ കറക്റ്റായിട്ട് വരണം കേട്ടോ. ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഭാഗങ്ങൾ ജോയിൻ്റ് ഇല്ലാത്തതൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക. അതിന് ശേഷം ഇതാ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഏത് രീതിയിലാണോ മാർക്ക് ചെയ്തത് അതേ പോയിൻറ്റിലൂടെ തന്നെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ആ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ മുകളിലൂടെ ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇതുപോലെ മുഴുവൻ സർക്കിളും ഹാഫ് സർക്കിളും കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കറക്റ്റായി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്നും താഴ്വശത്തേക്ക്, അതായത് നമ്മൾ പുറത്തൊരു റൗണ്ട് ഫസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈനിൽ വെച്ചിട്ട് 1 ഇഞ്ച് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ജസ്റ്റ് മാർക്ക് ചെയ്ത് മുകൾ വശം വരെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ചരിച്ച് നമ്മുടെ ആ പോയിൻറ്റിലൂടെ മുഴുവനായിട്ടും മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് കറക്റ്റായി കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കാം. നമ്മൾ ഏത് ഡ്രസ്സിനാണോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്ലോത്തിൻ്റെ ഒരു പീസോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പീസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഈ ക്യാൻവാസ് കറക്റ്റായിട്ട് നമുക്ക് ഈ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷൈനിങ് ഉള്ള ഭാഗം ക്ലോത്തിലേക്ക് വരുന്ന വിധം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക.
ഇപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ബാലൻസ് ഉള്ള ക്ലോത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കേട്ടോ ചെയ്തത്. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നെക്കിനൊക്കെ ചെയ്യുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു കട്ട് അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വരുന്ന വിധം ഫോൾഡ് ചെയ്തിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുഴുവനായും നമ്മളിതുപോലെ ചെയ്യണം കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഡ്രസ്സിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡ്രസ്സിൻ്റെ നല്ല വശം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുത്ത ആ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെയും നല്ല വശം, അതായത് ക്യാൻവാസ് മുകളിൽ വരുന്ന വിധം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മളിതാ പതുക്കെ മൂവ് ചെയ്ത് ഓരോ ഷേപ്പിൻ്റെ പോയിൻറ്റിൻ്റെ ഉള്ളിലേക്കും പോയി മുഴുവനായും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വളരെ സാവധാനം സ്റ്റിച്ച് ചെയ്താൽ മതി. എനിക്കൊന്നുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നിങ്ങൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ലോ ആയിട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫൂട്ട് ഒന്ന് പൊന്തിക്കുക. എന്നിട്ട് പതുക്കെ മൂവ് ചെയ്ത് പതുക്കെ നമുക്ക് ആ ഒരു ഹാൻഡ് വീലൊക്കെ തിരിച്ച് കറക്റ്റായിട്ട് നമ്മുടെ പോയിൻ്റൊക്കെ വരുന്ന വിധം തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴും നെക്കിന് ചെയ്യുന്നത് പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ക്യാൻവാസോ അതുപോലെ തന്നെ അതിൻ്റെ താഴ്വശം അങ്ങ് തെന്നിപ്പോയിട്ട് ക്ലോത്ത് കട്ടാവാനോ ഒന്നും പാടില്ല. ശ്രദ്ധയോടുകൂടി ആ ഒരു ഷേപ്പിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് മുഴുവനായും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളതൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതുപോലെ കുഞ്ഞു കട്ടിട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ആ ഒരു കോണ് വരുന്ന ആ ഒരു സംഭവമില്ല, ആ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിടുന്ന സമയത്ത് ഫിനിഷിങ് കിട്ടില്ല. ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഇതുപോലെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ക്യാൻവാസ് വരുന്ന ഭാഗം നമുക്കിതിൻ്റെ മോശം വശത്തേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഒരു റാ എന്ന് എഴുതിയ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ നെക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കണം. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും കറക്റ്റായിട്ട് കട്ട് ചെയ്തത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വീണ്ടും പോയിട്ട് കറക്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരിക കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആർക്കും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാം. പക്ഷെ കട്ടിങ്ങിലും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ പോയിൻറ്റിങ്ങും ഒക്കെ കൃത്യമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് തിരിച്ചിടുന്ന സമയത്തും നമ്മൾ കൃത്യമായി തന്നെ ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, ടേക്ക് കെയർ.